നൈപുണ്യ പരിശീലനം. അഭ്യസ്ത വിദഗ്ധർക്ക് നൈപുണ്യ പരിശീലനം നൽകി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാൻ യോഗ്യരാക്കി തീർക്കേണ്ടതുണ്ട്. അഭ്യസ്തവിദ്യരായി തൊഴിലില്ലാതെ കഴിയുന്ന എല്ലാ യുവതി യുവാക്കളെയും കഴിവുകൾ കണക്കിലെടുത്ത് കമ്പനികൾക്ക് വേണ്ട നൈപുണ്യ പരിശീലനം നൽകലാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. ഇത്തരം 60 ലക്ഷം പ്രൊഫഷണലുകളെ ബിരുദധാരികളെയും 3ആയി തിരിക്കാം. ഒന്നാമത്തത്, ജോലി നഷ്ടപ്പെട്ടത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ കേരളത്തിലേക്ക് ഇപ്പോൾ തിരിച്ചു വരുന്ന പ്രൊഫഷണലുകളാണ്. ഇവർക്ക് പ്രത്യേക പരിശീലനം ഒന്നുമില്ലാതെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തത്, പ്രൊഫഷണലുകളായി കുറച്ചുനാൾ ജോലി ചെയ്ത ശേഷം ഏതെങ്കിലും കാരണം കൊണ്ട് ദീർഘനാൾ ബ്രേക്ക് എടുത്തിട്ടുള്ളവരാണ്. സ്ത്രീ പ്രൊഫഷണലുകളുടെ ദുർഗതിയാണത്. ഒരു ദേശീയ ഏജൻസി നടത്തിയ സർവേ പ്രകാരം ഇന്ത്യയിലെ പ്രൊഫഷണലുകളിൽ 27% സ്ത്രീകളാണ്. ഇവരിൽ 48% 5 വർഷങ്ങൾക്കുള്ളിൽ ജോലി വിടുന്നു. അവശേഷിക്കുന്ന 65% അടുത്ത 5 വർഷങ്ങൾക്കുള്ളിൽ പിരിഞ്ഞു പോകുന്നു. ഇത്തരത്തിലുള്ള പ്രൊഫഷണലുകളായ സ്ത്രീകൾക്ക് ഹ്രസ്വ പരിശീലനം നൽകിയാൽ ജോലിക്ക് പ്രാപ്തരാക്കാം. അവർക്ക് വീട്ടിനടുത്തിരുന്നോ പണിയെടുക്കാം. മൂന്നാമത്തത്, മറ്റ് ബിരുദധാരികളാണ്. അവർക്ക് കുറച്ചുകൂടി ദൈർഘ്യമേറിയ പരിശീലനം നൽകേണ്ടി വരും. ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 75% സ്ത്രീകളായിരിക്കും, യുവതികളായിരിക്കും. ഇത്തരത്തിൽ താല്പര്യവും കഴിവും ഉള്ള തൊഴിലില്ലാത്തവരോ ഗൃഹസ്ഥരോ ആയ സ്ത്രീകളെ പരിശീലനത്തിന് കണ്ടെത്തുന്നതിന് ചുമതല കുടുംബശ്രീക്കായിരിക്കും. അതിനൊരു പ്രത്യേക സബ്മിഷൻ കുടുംബശ്രീയിൽ ആരംഭിക്കും. ഇതിനായി 5 കോടി രൂപ കുടുംബശ്രീക്ക് അനുവദിക്കുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡാറ്റ എൻട്രി പോലെയുള്ള പരിശീലനമല്ല എന്ന് വ്യക്തമാകട്ടെ. ഇൻഡസ്ട്രി 4.0 സ്കിൽസ്, ഡാറ്റ അനലിറ്റിക്സ്, മെഷീൻ ലേണിംഗ്, നിർമ്മിത ബുദ്ധി, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, സൈബർ സെക്യൂരിറ്റി, ഇതുപോലെ വേണ്ടുന്ന ഓരോ സ്കില്ലിനും ബഡ്ജറ്റ് പ്രസംഗത്തിൽ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാനതിപ്പോൾ സത്യത്തിൽ വായിക്കുന്നില്ല, തലക്കെട്ട് മാത്രം വായിക്കുകയാണ്. ഡിജിറ്റൽ സ്കിൽസ്, ലൈഫ് സ്കിൽസ്, ലാംഗ്വേജ് സ്കിൽസ്, ഫങ്ഷണൽ സ്കിൽസ്, ഡൊമൈൻ സ്കിൽസ്, സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് മാത്തമാറ്റിക്സ്, ബിസിനസ് സ്കിൽസ്, ഫിൻടെക് സ്കിൽസ്. ഇത്തരം മേഖലകളിൽ കമ്പനികളുടെ ആവശ്യമനുസരിച്ച് പരിശീലനം കസ്റ്റമൈസ് ചെയ്ത് നൽകും. അസാപ്പ്, കേസ്, ICT അക്കാഡമിയാണ് ഇന്ന് സ്കിൽ ട്രെയിനിങ്ങിന് നേതൃത്വം നൽകുന്ന ഏജൻസികൾ. ITI പോളിടെക്നിക്കൊക്കെ മാറ്റി നിർത്തിയാൽ പോലും ഇങ്ങനെ പരിശീലനത്തിനായിട്ട് ഈ വർഷം ബഡ്ജറ്റിൽ 250 കോടി ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ ഈ പരിശീലന പരിപാടികൾ നല്ല പങ്കും ഹൈ എൻഡ് സ്കില്ലുകളുമായി ബന്ധമില്ലാത്തവയാണ്. അതുകൊണ്ട് മുൻഗണനകളിൽ ചില മാറ്റങ്ങൾ വരേണ്ടി വരും. ആവശ്യമെങ്കിൽ പുതിയ ഏജൻസിക്ക് രൂപം നൽകേണ്ടി വരും. നൈപുണ്യയുടെ സ്വഭാവം അനുസരിച്ച് വ്യത്യസ്ത പരിശീലന കേന്ദ്രങ്ങൾ സജ്ജമാക്കും. ഇതിൽ നല്ല പങ്കും ഓൺലൈനായി ചെയ്യാവുന്നതാണ്. സർ, ഏതാണ്ട് 50 ലക്ഷത്തോളം അഭ്യസ്ത വിദ്യർക്ക് ഉന്നത നൈപുണ്യ പരിശീലനം നൽകാനുള്ള അതിബൃഹത്തായ പദ്ധതി യുദ്ധകാലാടിസ്ഥാനത്തിൽ ആവിഷ്കരിക്കുന്നതാണ്. ഇതിനുവേണ്ടി KDISCന് കീഴിൽ ഒരു സ്കിൽ മിഷന് രൂപം നൽകുന്നതാണ്. എഞ്ചിനീയറിംഗ് കോളേജുകളെയും IT പാർക്കുകളെയും ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് വഴി ബന്ധിപ്പിച്ച് ഓരോ വർഷവും 50,000 കുട്ടികൾക്ക് പരിശീലനം നൽകാനുള്ള പദ്ധതി നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് 215 കോടി രൂപ ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സർ, അഭ്യസ്ത വിദ്യർക്ക് പരിശീലനം നൽകി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ആഗോള കമ്പോളത്തിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന തന്ത്രം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ചില മുന്നുപാധികളുണ്ട്. ആ മുന്നുപാധികളെ വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കേരളം ഒരു ഡിജിറ്റൽ എക്കോണമിയായിട്ട് രൂപാന്തരപ്പെടണം. 2, ഉന്നത വിദ്യാഭ്യാസം മികവുറ്റതാവണം. 3, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിജ്ഞാനം പ്രായോഗിക നൂതന വിദ്യകൾ അല്ലെങ്കിൽ ഇന്നവേഷൻസ് ആയിട്ട് മാറണം. 4, ഇന്നവേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാർട്ടപ്പുകൾ രൂപം കൊള്ളണം. 5, വിജ്ഞാന വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെടണം. നൂതന വിദ്യകൾ എല്ലാ തുറകളിലും കൂടുതൽ സന്നിവേശിക്കപ്പെടണം. ചുരുക്കത്തിൽ കേരളം വിജ്ഞാന സമൂഹമായി മാറണം. ഇതിൻ്റെ ഘടകങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, കേരള നവോത്ഥാനം നടപ്പാക്കപ്പെട്ടത് വിദ്യാഭ്യാസത്തിലുണ്ടായ വളർച്ചയിലൂടെയാണ്. ആ ആശയം അവതരിപ്പിച്ചാണ് ശ്രീനാരായണ ഗുരു വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്ന് പറഞ്ഞു. 1937 ജനുവരിയിൽ
വെങ്ങാനൂരിൽ വെച്ച് ശ്രീ അയ്യങ്കാളി മഹാത്മാഗാന്ധിയോട് എൻ്റെ ജനങ്ങൾക്കിടയിൽ 10 BA-ക്കാരെയെങ്കിലും കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ എന്ന് പറഞ്ഞത്. കേരളമാകെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വ്യാപകമാക്കിയ ഒന്നാം EMS സർക്കാരും ഇതുതന്നെയാണ് ചെയ്തത്. കേരള സമൂഹത്തിൻ്റെ അടുത്ത കുതിച്ചു ചാട്ടത്തിന് മറ്റൊരു വിദ്യാഭ്യാസ വിപ്ലവം അനിവാര്യമാണ്. കേരളത്തെ നോളജ് എക്കോണമിയാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ഇനി ഞാൻ വിവരിക്കാൻ പോകുന്നത്. വൈജ്ഞാനിക സമ്പദ്ഘടന എന്ന സങ്കല്പത്തിൽ ജാഗ്രത പുലർത്തേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഡിജിറ്റൽ കഴിവ് എല്ലാവർക്കും ലഭ്യമാകണം, അഥവാ ഡിജിറ്റൽ ഡിവൈഡ് ഒഴിവാക്കപ്പെടണം. കൃഷിക്കാരടക്കം തൊഴിലെടുക്കുന്നവരുടെ എല്ലാം അനുഭവ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സങ്കേതങ്ങളെ എല്ലാ തുറകളിലും ഉൾച്ചേർക്കാൻ കഴിയണം. ഇത്തരമൊരു സമൂഹത്തിൽ നിരന്തരമായി വിജ്ഞാനം പുനഃസൃഷ്ടിക്കപ്പെടണം. ഡിജിറ്റൽ എക്കോണമി ആദ്യം എടുക്കാം. ഇത്തരമൊരു സമൂഹത്തിലേക്കുള്ള പരിവർത്തനത്തിന് അനുയോജ്യമായ വിവരവിനിമയ ആവാസ വ്യവസ്ഥ അനിവാര്യമാണ്. ഇത് സൃഷ്ടിക്കുന്ന നിർണായക കാൽവെപ്പാണ് സ്കൂളിലെ ഡിജിറ്റലൈസേഷൻ. അതിലൂടെ പുതിയ തലമുറ വിവരവിനിമയ സാങ്കേതിക വിദ്യയും അത് തുറക്കുന്ന വിജ്ഞാന ലോകത്തെയും പരിചയപ്പെടുന്നു. അടുത്തതായി വേണ്ടത് എല്ലാ വീട്ടിലും ഒരു ലാപ്ടോപ്പെങ്കിലും ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തലാണ്. ഇതിനായി ആദ്യ 100 ദിന പരിപാടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച ലാപ്ടോപ്പ് വിതരണ പദ്ധതി കൂടുതൽ വിപുലവും ഉദാരമാക്കും. പട്ടിക വിഭാഗങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, അന്ത്യോദയ വീടുകൾ എന്നീ വിഭാഗങ്ങളിലുള്ള കുട്ടികൾക്ക് പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് നൽകും. മറ്റ് BPL വിഭാഗങ്ങൾക്ക് 25% സബ്സിഡി ഉണ്ടാകും. ബന്ധപ്പെട്ട വകുപ്പുകളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സംയുക്തമായിട്ടാണ് ചെലവ് വഹിക്കുക. സബ്സിഡി കഴിഞ്ഞുള്ള തുക 3 വർഷം കൊണ്ട് KSFE മൈക്രോ ചിട്ടി വഴി വിദ്യാശ്രീ ചിട്ടി വഴി തിരിച്ചടച്ചാൽ മതി. കുടുംബശ്രീ വഴി KSFE മൈക്രോ ചിട്ടിയിൽ ചേർന്നവരെല്ലാം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ലാപ്ടോപ്പ് ലഭ്യമാക്കും. ഇതിനു വേണ്ടി വരുന്ന പലിശ സർക്കാർ നൽകും. അടുത്ത നടപടി വീടുകളിലും സ്ഥാപനങ്ങളിലും ഇന്റർനെറ്റ് എത്തിക്കുക എന്നുള്ളതാണ്. ഇതിനുള്ള മാർഗം K-Phone പദ്ധതി പൂർത്തീകരണമാണ്. സർ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്റർ, 14 ജില്ലാ പോപ്പുകൾ, അവയുമായി ബന്ധപ്പെട്ട 600 ഓഫീസുകൾ എന്നിവ ഉൾപ്പെടുന്ന 1ാം ഘട്ടം ഫെബ്രുവരിയിൽ പൂർത്തിയാകും. ജൂലൈ മാസത്തോടെ K-Phone പദ്ധതി പൂർത്തീകരിക്കും. ഇതുകൊണ്ട് വരുന്ന മാറ്റങ്ങൾ ഇവയാണ്. BPL കുടുംബങ്ങൾക്ക് ഇന്റർനെറ്റ് സൗജന്യമായി ലഭിക്കും. 30,000 സർക്കാർ സ്ഥാപനങ്ങൾ അതിവേഗ ഇൻട്രാനെറ്റ് സംവിധാനം വഴി ബന്ധപ്പെടും. 10 Mbps മുതൽ 1 Gbps വരെയുള്ള സ്പീഡിൽ ഇന്റർനെറ്റ് ലഭ്യമാകും. കേരളത്തിൽ ഇന്റർനെറ്റ് ഹൈവേ ആരുടെയും കുത്തകയായിരിക്കില്ല. എല്ലാ സർവീസ് പ്രൊവൈഡർമാർക്കും തുല്യ അവസരം ലഭിക്കും. ഇന്റർനെറ്റിന്റെ ഗുണനിലവാരം ഉയരുകയും മെച്ചപ്പെട്ട സേവനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുകയും ചെയ്യും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങിയ മേഖലകൾ വളർച്ചയ്ക്ക് സഹായിക്കും. ചെറുകിട വ്യവസായ മേഖലയടക്കം കേരളത്തിലെ വ്യവസായ, വാണിജ്യ, ടൂറിസം സംരംഭങ്ങൾക്കും ഇ-കൊമേഴ്സിനും മറ്റ് ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാകും. സർ K-Phoneന്റെ ഓഹരി മൂലധനത്തിലേക്ക് 166 കോടി രൂപ വകയിരുത്തുന്നു. ഗവേണൻസ് സമ്പ്രദായത്തിന് K-Phone വലിയ ഉത്തേജകമായി മാറും. ഇപ്പോൾ തന്നെ പഞ്ചായത്ത് തലത്തിൽ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് നടപ്പാക്കി തുടങ്ങി. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇ-കൊമേഴ്സ് തുടങ്ങിയ സേവനങ്ങൾ മെച്ചപ്പെടും. സർക്കാർ സേവനങ്ങളെല്ലാം ഇൻട്രാനെറ്റിൽ ലഭ്യമാകുന്നതോടുകൂടി സേവനങ്ങളുടെ കാര്യക്ഷമത 10 മടങ്ങാവും. കേരളത്തിലെ പ്രമുഖ ഗവേണൻസ് പരിപാടികളായ സ്റ്റേറ്റ് ഡാറ്റാ സെന്ററുകൾ, കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, സെക്രട്ടേറിയറ്റ് വൈഡ് ഏരിയ സർവീസ് നെറ്റ്വർക്ക്, ഡിജിറ്റൽ സർവീസുകൾക്ക് ഇവയ്ക്കെല്ലാം നടപ്പാക്കുന്നത് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മുഖാന്തരമാണ്. ഈ പരിപാടികൾക്ക് 125 കോടി രൂപ വകയിരുത്തുന്നു. സർ, അടുത്തതായിട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തെ എങ്ങനെ മികവിലേക്ക് നയിക്കാമെന്നുള്ളതാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നേടിയ മികവിൻ്റെ റെക്കോർഡ് ഉന്നത വിദ്യാഭ്യാസത്തിലും അടുത്ത 5 വർഷം കൊണ്ട് കൈവരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഉന്നത വിദ്യാഭ്യാസ നിലവാരത്തെ അളക്കുന്നതിന് ഒട്ടേറെ വ്യത്യസ്തമായ സൂചകങ്ങൾ ആഗോളതലത്തിൽ തന്നെ ലഭ്യമാണ്. ഇതിൽ ഏറ്റവും പ്രമുഖമായ ഒരു ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന ആഗോള സർവകലാശാലയുടെ റേറ്റിംഗാണ്. കേരളത്തിൽ നിന്ന് ഒരു സർവകലാശാല മാത്രമാണ്, അത് തന്നെ 600-നും 800-നും ഇടയ്ക്കുള്ള റാങ്കിലാണ് ഇതിലുള്ളത്.
മറ്റൊരു പ്രമുഖ റാങ്കിംഗ് ഷാങ്ഹായ് റാങ്കിംഗ് കൺസൾട്ടൻസിയുടെ 54 വിഷയങ്ങളിലെ 4000-ൽ പരം യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റാണ്. ഇതിൽ 54 വിഷയങ്ങളിൽ ഒന്നിൽ പോലും കേരളത്തിൽ നിന്നുള്ളൊരു സർവകലാശാലയില്ല. ഇന്നത്തെ പല മടങ്ങ് മുതൽ മുടക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൽ അനിവാര്യമാണ്. അതുപോലെ തന്നെ പഠന ഗവേഷണത്തോടുള്ള സമീപനത്തിലും അടിമുടി മാറ്റം വേണം. രണ്ടും അത്ര എളുപ്പമല്ല. എങ്കിലും ഈ ദിശയിലേക്ക് നമ്മൾ രണ്ടും കൽപ്പിച്ച് നീങ്ങിയേ തീരും. അല്ലാത്ത പക്ഷം ഇവിടെ വിവരിച്ച വികസന തന്ത്രം ഒരു മരീചികയായിരിക്കും. 6 സുപ്രധാന നടപടികളാണ് ഈ ബഡ്ജറ്റിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിർദ്ദേശിക്കുന്നത്. 1. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 3-5 ലക്ഷം കുട്ടികൾക്ക് കൂടുതൽ പഠന സൗകര്യം ഒരുക്കണം. 2. നമ്മുടെ സർവകലാശാലകളിൽ അടിയന്തരമായിട്ട് 1000 അധ്യാപക തസ്തികകളെങ്കിലും തീർക്കേണ്ടതുണ്ട്. സർവകലാശാലകൾക്കുള്ളിൽ 30 മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട്. സർ, 500 പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ, മുഖ്യമന്ത്രിയുടെ നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് പ്രതിമാസം 1 ലക്ഷം രൂപ വരെ നൽകുന്നത് നമ്മൾ സ്ഥാപിക്കുകയാണ്. സർവകലാശാല പശ്ചാത്തല സൗകര്യ വികസനത്തിന് കിഫ്ബിയിൽ നിന്ന് 2000 കോടി രൂപ ലഭ്യമാക്കും. അഫിലിയേറ്റഡ് കോളേജുകൾക്ക് 1000 കോടി രൂപ ലഭ്യമാക്കും. ഈ ഓരോന്നും ഞാനെടുത്ത് വിശദീകരിക്കുകയാണ്. 1. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല എൻറോൾമെന്റ് റേഷ്യോ 75% ഉയർത്തണം. അഖിലേന്ത്യാ ശരാശരി 26%. ഇപ്പോൾ കേരളത്തിലെ എൻറോൾമെന്റ് 37%. പക്ഷേ ഇതിൽ പുറത്ത് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം ഉൾപ്പെടുന്നില്ല. അതിൻ്റെ നിജസ്ഥിതി സംബന്ധിച്ച് സമഗ്രമായൊരു പഠനം നടത്തും. ഇവരെ കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ 16-17 ലക്ഷം കുട്ടികൾ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്നുണ്ട്. ഇവരുടെ എണ്ണം 20-22 ലക്ഷമാക്കണം. സർ, ഈ വർഷം കോളേജ് തുറക്കുമ്പോൾ 20,000 പേർക്ക് അധിക പഠന സൗകര്യം ഉണ്ടാവും. 10% സീറ്റ് വർധന, പുതിയ കോഴ്സുകൾ, ഗവേഷണ സൗകര്യം എന്നിവയിലൂടെയാണ് ഇത് നേടുന്നത്. 21-22 തിരഞ്ഞെടുത്ത കോളേജുകളിൽ ഉച്ച കഴിഞ്ഞ് അധിക ബാച്ചുകളിലൂടെയും പരീക്ഷണാടിസ്ഥാനത്തിൽ പഠന സൗകര്യം ഏർപ്പെടുത്തും. 2. നമ്മുടെ സർവകലാശാലകളിൽ അനുവദിച്ച അധ്യാപക തസ്തികകൾ 1881. പക്ഷേ ഏതാണ്ട് 886 തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇവ മുഴുവൻ അടിയന്തരമായി നികത്തും. ഇതിനു പുറമെ 150 അധ്യാപക തസ്തികകളെങ്കിലും പുതുതായിട്ട് അനുവദിക്കും. സർ, ഈ 1000-ൽ പരം തസ്തികൾക്ക് വേണ്ടി വരുന്ന അധിക ചെലവ് നോൺ പ്ലാനിൽ പ്രത്യേകമായിട്ട് അനുവദിക്കും. 3. സർവകലാശാലകൾക്കുള്ളിൽ 30 ഓട്ടോണമസ് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്ററുകളും സ്കൂളുകളും സ്ഥാപിക്കുന്നതാണ്. ഏറ്റവും പ്രഗത്ഭരായ വിദഗ്ധരെയോ പണ്ഡിതന്മാരെയോ സെർച്ച് കമ്മിറ്റി വഴി ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും ഈ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനം നടത്തുക. പ്രഗത്ഭ മേധാവികളുടെ കൂടി സജീവ പങ്കാളിത്തത്തിലായിരിക്കും സ്കൂളുകൾ രൂപാന്തരപ്പെടുക. സർ, 70കളിൽ സ്ഥാപിതമായ CDS അല്ലെങ്കിൽ ശ്രീചിത്ര അല്ലെങ്കിൽ KFRI ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ ഇന്നും വളരെ പ്രസിദ്ധമാണ്. അവിടെ വിജയത്തിൻ്റെ മുഖ്യ ഘടകം ഡോക്ടർ KN രാജൻ, ഡോക്ടർ വലിയത്താൻ തുടങ്ങിയ പ്രഗത്ഭരെ കണ്ടെത്തി അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇപ്രകാരം പുതുതായിട്ട് ആരംഭിക്കുന്ന, അന്ന് 6-7 ആണെങ്കിൽ നമ്മൾ 30 മികവിൻ്റെ കേന്ദ്രങ്ങളാണ് ആരംഭിക്കുന്നത്. ഇപ്രകാരം ആരംഭിക്കുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലെ ശാസ്ത്ര പ്രതിഭകളായ MGK മേനോൻ, ECG സുദർശനൻ, PK അയ്യങ്കർ, PK അയ്യങ്കർ, BC ശേഖർ, GN രാമേന്ദ്രൻ, അന്നാമാണി, PK മേനോൻ, RS കൃഷ്ണൻ, PR പിഷാരടി, EK ജാനകി MR, KR രാമനാഥൻ, ഗോപിനാഥ് കർത്ത, MK വൈനുബാപ്പു തുടങ്ങിയവരുടെ ദേശീയ തലത്തിലെ ശാസ്ത്ര പ്രതിഭകളുടെ പേരിലായിരിക്കും അറിയപ്പെടുക. സർ, ഞാനിവിടെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ 20-ൽ പരം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ പേരും അതിൻ്റെ ഉള്ളടക്കവും പറഞ്ഞിട്ടുണ്ട്. ഞാനത് വായിക്കുന്നില്ല. പക്ഷേ ഒന്ന്, അവിടെ വിഷയം കണ്ടാൽ അറിയാം, ഇത് നമ്മുടെ മാമൂൽ വിഷയങ്ങളല്ല, നൂതനമായിട്ടുള്ള ശാസ്ത്ര വിദ്യകളാണ്.
അത് നമ്മുടെ വ്യവസായ സാധ്യതകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. രണ്ട്, ഇവയെല്ലാം ഇൻ്റർ ഡിസിപ്ലിനറിയാണ്. ആരെങ്കിലുമൊക്കെ കുത്തുകയറി ഇൻ്റർ ഡിസിപ്ലിനറിയാണ്, ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സാണ്. അവരുടെ ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. ഇത് ലിസ്റ്റ് പൂർണ്ണമല്ല എന്ന് മാത്രമല്ല, അത് അവസാന വാക്കായിട്ടും കരുതേണ്ടതില്ല. നിലവിലുള്ള യൂണിവേഴ്സിറ്റി സ്കൂളുകൾ, ഡിപ്പാർട്ട്മെൻറ്റുകൾ, സെൻറ്ററുകൾ എന്നിവയുടെ മികവ് പരിശോധിച്ച് പുതിയ മികവിൻ്റെ കേന്ദ്രങ്ങളായി രൂപാന്തരപ്പെടും. നോ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫോർമേഷൻ. അതിൻ്റെ സാധ്യതയും ഇതുവരെയുള്ള പബ്ലിക്കേഷനും റാങ്കിങ്ങും ഒക്കെ നോക്കിയിട്ട് മാത്രമേ ഈ ഗ്രേഡിലേക്ക് മാറ്റത്തുള്ളൂ. കേരളത്തിൻ്റെ വിവിധ മേഖലകളിലെ വികസന ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ സഹായത്തോടെ KDISC ആയിരിക്കും സംബന്ധിച്ച് തീരുമാനമെടുക്കാം. സർ, ഈ മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പ്രത്യേക ധനസഹായമായി 100 കോടി രൂപ വകയിരുത്തുന്നു. ഈ പുതിയ സ്ഥാപനങ്ങളുടെ പശ്ചാത്തല സൗകര്യ സൃഷ്ടിക്ക് കിഫ്ബിയിൽ നിന്ന് 500 കോടി രൂപ അനുവദിക്കുന്നു. 4, പ്രതിമാസം 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ ഫെലോഷിപ്പുള്ള 500 നവകേരള പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പുകൾ അനുവദിക്കുന്നു. അധികമായി ലബോറട്ടറികളും മറ്റും സൗകര്യങ്ങളും വെക്കുന്നതിനെങ്കിൽ 50,000 രൂപ കൂടി വേണമെങ്കിൽ ലഭ്യമാക്കും. 2 വർഷത്തേക്കായിരിക്കും ഫെലോഷിപ്പ്. വേണമെങ്കിൽ 1 വർഷവും കൂടി ദീർഘിപ്പിക്കാം. 3 വർഷം കൊണ്ടാണ് ഈ ഫെലോഷിപ്പുകൾ അനുവദിച്ച് തീരുക. രാജ്യത്തിനകത്തും പുറത്തുമുള്ള എല്ലാ വിദഗ്ധന്മാർക്കും ഫെലോഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. ദേശീയ അടിസ്ഥാനത്തിൽ ഓരോ വിഷയത്തിലും പ്രത്യേകം പരസ്യം ചെയ്താണ് ആളുകളെ തിരഞ്ഞെടുക്കുക. സർവകലാശാലകൾ തിരഞ്ഞെടുക്കപ്പെട്ട വകുപ്പുകളിലോ സ്കൂളുകളിലോ ആണ് രജിസ്റ്റർ ചെയ്യുക. അതേസമയം പുറത്തുള്ള ആശുപത്രികൾ, വ്യവസായങ്ങൾ, സാങ്കേതിക കേന്ദ്രങ്ങൾ ഇവയെല്ലാമായി ബന്ധപ്പെട്ടായിരിക്കും പഠനം നടത്തുക. കേരളത്തിന് ഇന്നത്തെ വികസന ആവശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന മേഖലകൾക്കാണ് മുൻഗണന നൽകുന്നത്. ഞാൻ ഒരെണ്ണം മാത്രം വായിക്കുന്നത്. ആയുർവേദത്തിൻ്റെയും ജൈവവൈദ്യത്തിൻ്റെയും സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ബയോ ഇൻഫർമാറ്റിക്സ്, കമ്പ്യൂട്ടേഷൻ ബയോളജി, ബയോ മാനുഫാക്ചറിങ്, ബയോ പ്രോസസ്സിംഗ്, ജനറ്റിക് എഞ്ചിനീയറിംഗ്, സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി, സിസ്റ്റംസ് ബയോളജി, ബയോടെക്നോളജി എന്നീ മേഖലകളിലെ ഫെലോഷിപ്പുകൾ. ഇതുപോലെ ഓരോന്നിനും ഉൾപ്പിരിവുകൾ എടുത്ത് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായിക്കാൻ ഉൾപ്പെടുന്നില്ല, പക്ഷെ തീമുകൾ മാത്രം പറയാം. റബ്ബറിൻ്റെയും മറ്റ് വാണിജ്യവകളുടെയും പശ്ചാത്തലത്തിൽ പോളിമർ സയൻസ് പോലുള്ളവ, സൈബർ, ഫിസിക്കൽ, ഡിജിറ്റൽ ടെക്നോളജികളുടെ കുതിച്ചുചാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് തുടങ്ങിയിട്ടുവ, ജനറ്റിക്സ്, ജീനോമിക്സ് തുടങ്ങിയ ശാസ്ത്രശാഖകളുടെ കുതിച്ചുചാട്ടങ്ങളെ അടിസ്ഥാനമാക്കി ജനറ്റിക് മെഡിസിൻ, സ്റ്റെം സെൽ ബയോളജി തുടങ്ങിയവ, നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം പുതിയ സാധ്യതകളുടെ അന്വേഷണം, കേരളത്തിലെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായിട്ടുള്ള മേഖലകളും, കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ വെല്ലുവിളികൾ നേരിടുന്നതിന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടിയുള്ള വിഷയങ്ങൾ, ഇന്നൊവേഷൻ മേഖല പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇന്നൊവേഷൻ എക്കോസിസ്റ്റം തുടങ്ങിയവ, കേരളത്തിലെ തനത് സംസ്കാരവും കലയും എല്ലാം ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ ഈ രീതിയിൽ ഈ ഫെലോഷിപ്പുകൾ വളരെ കൃത്യമായിട്ട് ഇവിടെ നമുക്കാവശ്യമുള്ള മേഖലയിൽ പഠിക്കുന്നതിന് ലോകത്തെ ഏറ്റവും നല്ല യുവ ശാസ്ത്രജ്ഞന്മാരെ കേരളത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരിക. 1 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഫെലോഷിപ്പായിരിക്കും. IT-യിൽ മാത്രമേ ഉള്ളൂ അതിന് സമാനമായിട്ടുള്ളൂ. 5, കിഫ്ബി ധനസഹായത്തോടെ സർവകലാശാലയുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതാണ്. കൊച്ചി സർവകലാശാലയിൽ ഇതിനകം 242 കോടി അനുവദിച്ചിട്ടുണ്ട്. മറ്റ് സർവകലാശാലയുടെ പ്രപ്പോസലുകൾ അപ്രൈസൽ ഘട്ടത്തിലാണ്. ലാബുകൾ, ക്ലാസ് മുറികൾ, സ്റ്റുഡൻറ് ഫാക്കൽറ്റി ഹോസ്റ്റൽ, ഇൻ്റർനാഷണൽ ഹോസ്റ്റൽ എന്നിവയ്ക്കാണ് പണം അനുവദിക്കുക. ഇൻ്റർനാഷണൽ ഹോസ്റ്റൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സർ, മേജർ സർവകലാശാലകൾക്ക് 125 കോടി രൂപയും മറ്റുള്ളവയ്ക്ക് 75 കോടി രൂപ വീതം കിഫ്ബിയിൽ നിന്ന് ധനസഹായം അനുവദിക്കുന്നു. പുതിയ ആസ്ഥാന മന്ദിരം പണിയുന്നതിന് കേരള സാങ്കേതിക സർവകലാശാലയ്ക്കും മെഡിക്കൽ സർവകലാശാലയ്ക്കും ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കും പ്രത്യേകം പണം അനുവദിക്കും. സർ, കിഫ്ബിയിൽ നിന്ന് ഇതുവരെ അനുവദിച്ചതടക്കം മൊത്തം 2000 കോടി രൂപയാണ് സർവകലാശാല നവീകരണത്തിനായിട്ട് ചെലവഴിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മൊത്തം പദ്ധതി അടങ്കിൽ 1175 കോടി രൂപയാണ്. ഇതിൽ 392 കോടി രൂപ 15 സർവകലാശാലകൾക്ക് നീക്കിവച്ചിരിക്കുന്നു. IIITMK ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയെ ഉയർത്തിയിട്ടുണ്ട്. 24 കോടി രൂപ വകയിരുത്തുന്നു. ഇന്നോവേറ്റീവ് ഗവേഷണവും സംരംഭകത്വവും
വ്യവസായവും ഉന്നത വിദ്യാഭ്യാസ മേഖലകളുടെ ഏകോപനവും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇതിനായി 20 കോടി രൂപ നീക്കിവെക്കുന്നു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് സ്വന്തമായി ഡിപ്പാർട്ട്മെൻറ്റുകളും ഗവേഷണവും നടത്തുന്ന സർവകലാശാലയെ വികസിപ്പിക്കും. ഇവിടെ ആദ്യം സ്ഥാപിക്കുന്ന സ്കൂൾ ഓഫ് എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ് ഡോക്ടർ പൽപ്പുവിൻ്റെ പേരിലായിരിക്കും അറിയപ്പെടുക. തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെ ക്യാമ്പസ് മെഡിക്കൽ കോളേജായി രൂപാന്തരപ്പെടുന്നു. 6. അഫിലിയേറ്റഡ് കോളേജുകളുടെ ക്ലാസ് മുറികൾ ഡിജിറ്റലൈസ് ചെയ്യും. സ്കൂളിലതുപോലെ കൈറ്റ്സ് തന്നെയായിരിക്കും ചുമതല. ഇതിനായി 150 കോടി രൂപ അനുവദിക്കുന്നു. ഇതിനകം തന്നെ കിഫ്ബിയിൽ നിന്ന് സർക്കാർ കോളേജുകളുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി 594 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 92 കോടി രൂപയുടെ പ്രപ്പോസലുകൾ പരിഗണനയിലാണ്. 2021-22 റൂസായിൽ നിന്ന് 144 കോടി രൂപ അഫിലിയേറ്റഡ് കോളേജുകൾക്ക് ലഭിക്കും. സർക്കാർ കോളേജുകളുടെ പശ്ചാത്തല സൗകര്യത്തിന് 56 കോടി രൂപ കൂടി വകയിരുത്തുന്നു. നാക് അക്രഡിറ്റേഷന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് 28 കോടി രൂപ വകയിരുത്തുന്നു. സർ, ആലുവയിലെ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് 100 വർഷം പിന്നിടുകയാണ്. PGയുടെയും PKBയുടെയും സ്മാരകമായി പുതിയൊരു ലൈബ്രറി ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് 5 കോടി രൂപ അനുവദിക്കുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ രജത ജൂബിലി വർഷം പ്രത്യേക സ്കീമുകൾക്ക് 20 കോടി രൂപ അനുവദിക്കുന്നു. സർ, കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞതുപോലെ എക്ക് മുകളിൽ ഗ്രേഡുള്ള എല്ലാ കോളേജുകൾക്കും പുതിയ കോഴ്സുകൾ അനുവദിച്ചിട്ടുണ്ട്. ചില കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾക്ക് ഇതിന് പുറമേയും കോഴ്സുകൾ അനുവദിച്ചിട്ടുണ്ട്. മൊത്തം 197 കോഴ്സുകൾക്കാണ് അനുവാദം നൽകിയത്. സർ, ഇതുവരെ പറഞ്ഞ നടപടികൾ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ സർവകലാശാലകൾ നാക് അക്രഡിറ്റേഷൻ്റെ 3.5 ഗ്രേഡിലേക്കെങ്കിലും ഉയരണമെന്നതാണ് ലക്ഷ്യം. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളും സ്കൂളുകളും ദേശീയ തലത്തിൽ അംഗീകാരം നേടും. എല്ലാറ്റിലും ഉപരി വിജ്ഞാന സമൂഹത്തിലേക്കുള്ള കേരളത്തിൻ്റെ കുതിപ്പിന് പ്രത്യേക ഉത്തേജകമായി മാറും. ഉന്നത വിദ്യാഭ്യാസ പരിവർത്തനത്തിൽ കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഇതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. 131 കോടി രൂപ വകയിരുത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ജേണൽ കൺസോർഷ്യം നടപ്പാക്കും. ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർവകലാശാലകളെ അഫിലിയേറ്റഡ് കോളേജുകളെയും ഡിപ്പാർട്ട്മെൻറ്റിനെയും ഗ്രേഡ് ചെയ്യുന്ന അക്രഡിറ്റേഷൻ ഒരു പദ്ധതി ആവിഷ്കരിക്കും. മികച്ച ഗ്രേഡ് ലഭിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പ്രത്യേക ധനസഹായം നൽകും. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് ആസ്ഥാന മന്ദിരം വാങ്ങുന്നതിന് 5 കോടി രൂപ അനുവദിക്കുന്നു. സർ, നമ്മുടെ വിജ്ഞാന സമൂഹത്തിൻ്റെ അടുത്ത ഘടകത്തിലേക്ക് കേരളം ഇന്നൊവേഷൻ സമൂഹം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിജ്ഞാനം ഇന്നൊവേഷൻസായിട്ട് മാറണം. വിജ്ഞാന ഉൽപ്പാദനം ഇന്നൊവേഷൻസായി രൂപാന്തരപ്പെടണം. സമൂഹത്തിലെ പുതിയ അറിവുകൾ സാമ്പത്തിക മേഖലയിലെയോ സങ്കേതങ്ങളോ അല്ലെങ്കിൽ പ്രക്രിയയോ സംഘാടനമോ ഉൽപ്പന്നമോ വിപണനമോ ആയി രൂപാന്തരപ്പെടുന്നതാണ് ഇന്നൊവേഷൻ അഥവാ നൂതന വിദ്യ. കേരളം അതിവേഗത്തിൽ വളരണമെങ്കിൽ എല്ലാ തലങ്ങളിലും നിരന്തരമായ ഇന്നൊവേഷൻ നടക്കണം. കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ ഒരു അനുഭവം പറയട്ടെ. കേരളത്തെ വികസനത്തെ ഗാഢമായി സ്വാധീനിക്കാൻ പോകുന്ന പദ്ധതികളൊന്നായി ചകിരിച്ചോറ് കൊണ്ടുള്ള ബൈൻഡർലെസ് ബോർഡ് ഉയർത്തിക്കാട്ടിയിരുന്നു. ഈ ആശയം വാഗ്നിങ്ങൻ സർവകലാശാലയിലെ ലബോറട്ടറിയിൽ പിറന്നതാണ്. ഈ ആശയത്തെ നമ്മുടെ ഫോർമാറ്റിംഗ് സെൻറ്റർ പൈലറ്റ് പ്ലാന്റിൽ പ്രോട്ടോടൈപ്പായി വികസിപ്പിച്ചിട്ടുണ്ട്. ചകിരിച്ചോറ് അല്ലെങ്കിൽ ഉണക്കത്തുണ്ടിൻ്റെ പൊടിയിൽ നിന്ന് ഏറ്റവും ഉറപ്പുള്ള പലക ഒരു രാസപദാർത്ഥവും നിർമ്മിക്കാനാവും തെളിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനം ഈ വർഷമുണ്ടാവും. ഇത് കേരളത്തിലെ പ്ലൈവുഡ് വ്യവസായത്തിൻ്റെ സ്വഭാവം മാറ്റും. ഇത് ഇത്രയുമേറെ ഉപയോഗിക്കപ്പെട്ടു കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് നാളികേരത്തിന് 1 രൂപയെങ്കിലും തൊണ്ടിൻ്റെ വിലയായിട്ട് അധികമായി ലഭിക്കും. ഇതുപോലെ ഓരോ മേഖലയിലും ഇന്നൊവേഷൻ സന്നിവേശിപ്പിക്കാനുള്ള അന്തരീക്ഷ സൃഷ്ടിക്ക് വേണ്ടി ഒരു 4 ഇന കർമ്മ പരിപാടി ഈ ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുകയാണ്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൂതനമായ ചിന്തകളെ പുലരുന്ന കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും മറ്റു സാധാരണക്കാർക്കും ഈ ഇന്നൊവേഷൻ പ്രക്രിയയിൽ പങ്കാളിത്തമുണ്ടാകും. 1. തങ്ങളുടെ പ്രദേശത്തെ കൃഷി, വ്യവസായം, സേവനം, വ്യാപാരം തുടങ്ങിയ മേഖലകളിലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് നൂതന സങ്കേതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹാരം ഒരാൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ നൂതന വിദ്യ അപ്ലോഡ് ചെയ്യുന്നതിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടാകും. K-ഡിസ്ക് ഇങ്ങനെ വരുന്ന നൂതന ആശയങ്ങളെയും വിദ്യകളെയും തരംതിരിക്കുകയും വിവിധ മേഖല വിദഗ്ധരുടെ സഹായത്തോടെ വിലയിരുത്തുകയും ചെയ്യും. അടുത്ത ഘട്ടത്തിൽ സ്റ്റാർട്ടപ്പ് മിഷനും കേരള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മിഷനും ചേർന്ന് ഈ ഇന്നൊവേഷൻസിനെ ഗ്രേഡ് ചെയ്ത് പ്രൊഡക്റ്റുകളായി വികസിപ്പിക്കുന്ന ധനസഹായവും മെൻറ്ററിങ്ങും നൽകും.
5 സ്റ്റാർ റേറ്റിംഗ് ലഭിക്കുന്ന മുറയ്ക്ക് ഉൽപ്പന്നങ്ങൾ സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്നതിന് ഇവർ മുൻകൈയെടുക്കും. ഇങ്ങനെ വികസിക്കുന്ന സങ്കേതങ്ങൾ നിശ്ചിത വിലക്ക് ടെൻഡർ ഇല്ലാതെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ വാങ്ങുന്നതിന് അവസരമുണ്ടാകും. സേവനങ്ങളുടെയും സങ്കേതങ്ങളുടെയും ടേൺ ഓവറിന് അനുപാതികമായി ഡിഫ്യൂഷൻ സബ്സിഡി നൽകുന്നതിനും പരിപാടിയുണ്ട്. പുതിയ സങ്കേതങ്ങൾ സന്നിവേശിപ്പിക്കുന്ന ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാവില്ല എന്നുള്ള ബോധപൂർവമായ ഇടപെടലാണിത്. 2. പരീക്ഷണാടിസ്ഥാനത്തിൽ KDIS നടപ്പാക്കിയ യങ് ഇന്നൊവേഷൻ ചലഞ്ചും അസാപ്പിൻ്റെ ഹാക്കത്തോണും സംയോജിപ്പിച്ച് കേരള ഇന്നൊവേഷൻ ചലഞ്ച് എന്ന പേരിൽ വിപുലീകരിക്കുകയാണ്. 20 മേഖലകളിൽ 3 ഘട്ടങ്ങളിലായാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ ഏത് വിദ്യാർത്ഥികളുടെയും ഗവേഷകരുടെയും സംഘങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷന് ശേഷം ബന്ധപ്പെട്ട ഡൊമൈൻ കേന്ദ്രങ്ങൾ അപേക്ഷ വിശദമായി പരിശോധിക്കും. ഇവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് ജില്ലാതലത്തിൽ നേരിട്ട് അവതരണം ഉണ്ടാകും. 25,000 രൂപ വീതം 8,000 സംഘങ്ങൾക്ക് സമ്മാനം നൽകും. ഇവിടെ നിന്ന് സംസ്ഥാനതല അവതരണത്തിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന 2,000 സംഘങ്ങൾക്ക് 50,000 രൂപ വീതം നൽകും. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രോട്ടോടൈപ്പുകൾക്ക് ഉൽപ്പന്നമായി മാറ്റുന്നതിന് 3 വർഷത്തേക്ക് സാങ്കേതികവും സാമ്പത്തികമായ സഹായം സർക്കാർ നൽകും. സർ, കേരള ഇന്നൊവേഷൻ ചലഞ്ച് പദ്ധതിക്കായി 40 കോടി രൂപ വകയിരുത്തുന്നു. 3. കേരളത്തിലെ പ്രാദേശിക സർക്കാരുകൾ സ്കീമുകളല്ല പ്രൊജക്റ്റുകൾ നടപ്പാക്കുന്നു. അതുകൊണ്ട് നൂതന സങ്കേതങ്ങളും രീതികളും ഉപയോഗപ്പെടുത്തുന്നതിന് സ്വാതന്ത്ര്യം വളരെയേറെയുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വികസന ഫണ്ടിൻ്റെ 0.5% SP സെൻ ഇന്നൊവേഷൻ ഫണ്ടായി മാറ്റിവെക്കുന്നതാണ്. KDISകിൻ്റെയും കിലയുടെയും ആഭിമുഖ്യത്തിൽ പ്ലാനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സ്കീം വിപുലീകരിച്ച് ഓരോ വികസന മേഖലയിലും ഏറ്റവും മികച്ച നൂതന പ്രൊജക്റ്റുകൾ രൂപം നൽകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഈ ഫണ്ടിൽ നിന്ന് പ്രത്യേക ധനസഹായം നൽകും. ഇതിനായി പുതിയ സങ്കേതങ്ങൾ, സംഘാടന രീതികൾ, പ്രക്രിയ നവീകരണം, സുതാര്യതയും മോണിറ്ററിങ്ങും വിപണനവും എന്നീ തുറകളിലെ നൂതനത്വമാണ് പരിശോധിക്കുക. ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് DPC പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ ജില്ലാ ഇന്നൊവേഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതാണ്. ജലനിധി പദ്ധതി ഒളവണ്ണ പഞ്ചായത്തും, ആശ്രയ പദ്ധതി നെടുമ്പാശ്ശേരി പഞ്ചായത്തും, ബഡ് സ്കൂള് വെങ്ങാനൂർ പഞ്ചായത്തും, ജനകീയ പച്ചക്കറി കഞ്ഞിക്കുഴി പഞ്ചായത്തും, കമ്മ്യൂണിറ്റി കമ്പോസ്റ്റിംഗ് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുമാണ് ഇന്നോവേറ്റ് ചെയ്തത് എന്ന് നമ്മൾ ഓർക്കാം. സർ, SP സെൻ ഇന്നൊവേഷൻ ഫണ്ടിന് 35 കോടി രൂപ വകയിരുത്തുന്നു. 4. സംസ്ഥാന സർക്കാർ വകുപ്പുകളിൽ സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ സോണുകൾ ആരംഭിക്കും. വകുപ്പുമായി ബന്ധപ്പെട്ട വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സ്റ്റാർട്ടപ്പുകളെ ബോധപൂർവം ബന്ധപ്പെടുത്തുന്ന പരിപാടിയാണിത്. ഒരു ഉദാഹരണത്തിലൂടെ ഈ പരിപാടി എന്തെന്ന് വിശദീകരിക്കാം. ഈ സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റിൽ മാൻഹോൾ സിനിമയെ പരാമർശിച്ചുകൊണ്ട് ശുചീകരണത്തിന് യന്ത്രവൽക്കരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇത് കേട്ട ഒരു പറ്റം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മാൻഹോൾ ശുചീകരണത്തിന് ബാൻഡിക്യൂട്ട് എന്ന റോബോട്ടിന് രൂപകൽപ്പന നൽകി. മാത്യു തോമസ് ഇവിടെ ഇല്ല. വാട്ടർ അതോറിറ്റിയിൽ ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സഹായത്തോടെ പരീക്ഷണം നടപ്പാക്കിയ ഇന്നൊവേഷൻ സോൺ ഈ കുട്ടികൾ രൂപം നൽകിയ യന്ത്രത്തെ കൂടുതൽ മൂർത്തമാക്കുന്നതിനും പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നതിനുമൊക്കെ അരങ്ങൊരുക്കി. ഇതിന് അന്തിമ രൂപം നൽകുന്നതിന് KFC വായ്പ നൽകി. ഇന്ന് ജെൻ റോബോട്ടിക്സ് കമ്പനി ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്യാമ്പസ് സ്റ്റാർട്ടപ്പായിട്ടാണ് കരുതുന്നത്. 200 കോടി രൂപയാണ് ഈ കമ്പനിയുടെ വിപണന മൂല്യം എന്നാണ് ഞാൻ അറിഞ്ഞത്. സ്റ്റാർട്ടപ്പ് അപ്പോൾ ഇങ്ങനെയുള്ള ഇന്നൊവേഷൻസ് നമുക്ക് ഉൽപാദനത്തിലേക്ക് സന്നിവേശിപ്പിക്കണം. അതിനാണ് സ്റ്റാർട്ടപ്പ്. ഇന്നൊവേഷൻ പ്രോത്സാഹന സ്കീമുകളിലൂടെ രൂപം കൊള്ളുന്ന ഉൽപ്പന്നങ്ങളെ വാണിജ്യാടിസ്ഥാനത്തിൽ സംരംഭങ്ങളാക്കി മാറ്റുന്നതിന് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കും. IT-യിൽ മാത്രമല്ല, നൂതന സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന മറ്റ് മേഖലകളിലെല്ലാം സ്റ്റാർട്ടപ്പുകൾ പ്രസക്തമാണ്. സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ശക്തമായ പ്രോത്സാഹന അന്തരീക്ഷ സൃഷ്ടിയിൽ ദേശീയതലത്തിൽ കേരളം കഴിഞ്ഞ 2 വർഷമായി ടോപ്പ് പെർഫോമറാണ്. സ്റ്റാർട്ടപ്പ് പ്രോത്സാഹനത്തിന് 6 ഇന പരിപാടി പ്രഖ്യാപിക്കുകയാണ്. 1. കേരള ബാങ്ക്, KSIDC, KFC, KSFE എന്നീ സ്ഥാപനങ്ങൾ സംയുക്തമായ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിന് രൂപം നൽകും. ഇതിലേക്ക് 50 കോടി രൂപ ബഡ്ജറ്റിൽ നൽകുന്നു. പൂർണ്ണമായും പ്രൊഫഷണലും സ്വതന്ത്രവുമായ രീതിയിലായിരിക്കും ഈ ഫണ്ട് പ്രവർത്തിക്കുക. ഏതെങ്കിലും സ്റ്റാർട്ടപ്പ് പുറത്തുനിന്ന് നിക്ഷേപം ആകർഷിക്കുകയാണെങ്കിൽ അതാണ് ചെയ്യുന്നത്. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് പുറത്തുനിന്ന് വെഞ്ചർ ക്യാപിറ്റലോ ഏഞ്ചൽ ഫണ്ടിങ്ങോ
നിക്ഷേപം ആകർഷിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഫണ്ടിൽ നിന്ന് മാച്ചിങ് ഗ്രാൻഡ് നിക്ഷേപം ലഭ്യമാക്കും. ഇത്തരം സ്റ്റാർട്ടപ്പുകൾക്ക് ഇതിനകം സീഡ് ഫണ്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഓഹരി പങ്കാളിത്തമായി മാറ്റും. 2, KSCDCയും KFCയും കേരള ബാങ്കും സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്ന വായ്പയിൽ നഷ്ടമുണ്ടാവുകയാണെങ്കിൽ അതിന് 50% സർക്കാർ താങ്ങായി നൽകുന്നതാണ്. 3, ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ നടപ്പാക്കിക്കൊണ്ടിരുന്ന കേരള ഫണ്ട് ഫോർ ഫണ്ട് സ്കീം ടെക്നോളജി പ്രൊഡക്റ്റ് സ്റ്റാർട്ടപ്പ് വിപുലീകരിക്കുന്നതിനുള്ള 20 കോടി രൂപ വകയിരുത്തുന്നു. ഇതിന് പുറത്തുള്ള വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിന് സഹായകരമാകും. 4, സ്റ്റാർട്ടപ്പുകളുടെ വർക്ക് ഓർഡറിൻ്റെ 90% പരമാവധി 10 കോടി രൂപ വരെ 10% പലിശയ്ക്ക് ലഭ്യമാക്കും. പർച്ചേസ് ഓർഡറുകളാണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നതിന് പദ്ധതി ഉണ്ടാക്കും. ഇനി കൊളാറ്ററൽ സെക്യൂരിറ്റി വാങ്ങുന്നതല്ല. അതുപോലെ തന്നെ സർക്കാർ ചെലവിൻ്റെ വികസന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട നൂതന പ്രോട്ടോടൈപ്പുകളുടെ വിപുലീകരണത്തിന് 1 കോടി രൂപ വരെ ലഭ്യമാക്കും. KFCയും കേരള ബാങ്കും വഴിയാണ് ഈ സ്കീമുകൾ നടപ്പാക്കാം. 5, കേരള സർക്കാരിൻ്റെ വലിയ തുകയ്ക്കുള്ള ടെൻഡറുകളിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുമായി ചേർന്നുള്ള കൺസോർഷ്യം മോഡൽ പ്രോത്സാഹിപ്പിക്കും. ഇത്തരത്തിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ കൺസോർഷ്യം പാർട്ണർ എടുക്കുന്ന ടെൻഡറുകൾക്ക് മുൻഗണനകൾ നൽകും. ഇത്തരമൊരു സമീപനം എല്ലാ സർക്കാർ വകുപ്പുകളും സ്വീകരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കും. 6, കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ അന്തർദേശീയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേക പരിപാടിക്ക് രൂപം നൽകും. വിദേശ സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളും വിദേശ കമ്പനികളും സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻ ലോഞ്ച് പാഡുകൾ സ്ഥാപിക്കും. സ്റ്റാർട്ടപ്പുകളുടെ വികസനവും വിവിധ വികസന മേഖലകളിലേക്കുള്ള ഇവിടെ ഏകോപനമാണ് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ധർമ്മം. സ്റ്റാർട്ടപ്പ് മിഷൻ ആഭിമുഖ്യത്തിൽ കൊച്ചി കിൻഫ ഹൈടെക് പാർക്കിൽ ടെക്നോളജി ഇന്നൊവേഷൻ സോൺ കഴിഞ്ഞ വർഷം സ്ഥാപിച്ചിരുന്നു. ഈ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി 10 കോടി രൂപ മാറ്റിവെക്കുന്നു. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള യൂത്ത് എൻ്റർപ്രനർഷിപ്പ് ഡെവലപ്മെൻറ്റ് പരിപാടി, സ്റ്റാർട്ടപ്പുകളുടെ ഇൻക്യുബേഷൻ, ആക്സിലറേഷൻ, ഉൽപ്പന്നങ്ങളുടെ വികസനവും മാർക്കറ്റിങ്ങും, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള സ്റ്റാർട്ടപ്പുകളുടെ പ്രത്യേക പ്രോത്സാഹന പരിപാടി എന്നിവയ്ക്ക് 59 കോടി രൂപ വെക്കുന്നു. KSCDC ഇന്നൊവേഷൻ ആക്സിലറേഷൻ സ്കീമിന് 11 കോടി രൂപ വകയിരുത്തുന്നു. സ്റ്റാർട്ടപ്പുകൾക്കായി ഒരു മെൻറ്ററിംഗ് പ്ലാറ്റ്ഫോം സ്ഥാപിക്കുന്നതാണ്. സർ, ഇപ്പോൾ പ്രഖ്യാപിച്ച 6 പരിപാടികളുടെ ഫലത്തിൽ 20,000 പേർക്ക് തൊഴിൽ നൽകുന്ന 2,500 സ്റ്റാർട്ടപ്പുകൾ കൂടി 2021-22 ആരംഭിക്കും. IT വ്യവസായം പറന്നുയരാൻ തുടങ്ങിയ IT വ്യവസായത്തിന് കോവിഡ് പകർച്ചവ്യാധി തിരിച്ചടിയായി. ചെറിയൊരു ശതമാനം ജീവനക്കാരെ ഇപ്പോൾ ഓഫീസിൽ നിന്ന് പണിയെടുക്കുന്നുള്ളൂ. പല കമ്പനികളും അവരുടെ ഓഫീസ് സ്പേസ് വെട്ടിക്കുറച്ചു. ഈ സാഹചര്യത്തിലും 2000 IT പ്രൊഫഷണലുകൾക്ക് ജോലി നൽകുന്ന 8 കമ്പനികൾ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ചു. ക്വാൻറ്റഫി എന്ന അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനി 2021 ആദ്യ പാദത്തിൽ പ്രവർത്തനം ആരംഭിക്കും. ടെക്നോ സിറ്റിയിൽ ടോറസ് ഡൗൺ ടൗണിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് വേൾഡ് സെൻറ്റർ നിർമ്മാണം ഏപ്രിലിൽ ആരംഭിക്കും. കൊച്ചി ഇൻഫോ പാർക്കിൽ 2000 പേർക്ക് ജോലി നൽകുന്ന 40 കമ്പനികൾ ആരംഭിച്ചു. ഇതിലേറ്റവും പ്രധാനം അമേരിക്കയിലെ ഓർത്തോ ഇഫക്ട്സ് എന്ന ഡെൻ്റൽ കമ്പനിയാണ്. കൊച്ചിൻ ക്ലേസിസ് ടെക്നോളജീസ്, മീഡിയ സിസ്റ്റം സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്, കാസ്പിയൻ ടെക്സ് പാർക്ക്, IBS സോഫ്റ്റ്വെയർ സർവീസസ് എന്നീ കമ്പനികളുടെ പാർക്കുകളുടെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. വികേന്ദ്രീകൃത IT വർക്ക് സ്റ്റേഷനുകൾ തുടങ്ങുമ്പോഴും പാർക്കുകളുടെ വികസന ഊന്നലിൽ ഒരു കുറവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ടെക്നോ പാർക്കിൻ്റെ വികസനത്തിന് 22 കോടി രൂപയും ഇൻഫോ പാർക്കിന് 36 കോടി രൂപയും സൈബർ പാർക്കിന് 12 കോടി രൂപയും നീക്കിവെക്കുന്നു. ടെക്നോ സിറ്റിയിലും ഇൻഫോ പാർക്കിലും കിഫ്ബി സഹായത്തോടെ 4.6 ലക്ഷം ചതുരശ്രയുടെ തൊഴിൽ സമുച്ചയങ്ങൾ 2021-22 ഉദ്ഘാടനം ചെയ്യും. മറ്റു വൈജ്ഞാനിക വ്യവസായങ്ങൾ കേരളത്തിലെ ജൈവ വൈവിധ്യം, ആയുർവേദ പാരമ്പര്യം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ബയോടെക്നോളജി വ്യവസായങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട്. ബയോടെക്നോളജി വ്യവസായ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട R&D സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് തോന്നക്കല്ല് 260 ഏക്കർ വിസ്തൃതിയുള്ള ലൈഫ് സയൻസ് പാർക്ക് നിർണായക പങ്ക് വഹിക്കും. 70 ഏക്കർ സംരംഭകർ ഇതിനകം ഏറ്റെടുത്തു കഴിഞ്ഞു. 136 കോടിയുടെ ബയോ ഇൻക്യുബേഷൻ സെൻറ്റർ നിർമ്മാണത്തിലാണ്. 24 കോടി രൂപ വകയിരുത്തുന്നു. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും KSIDCയും ചേർന്ന്
ലൈഫ് സയൻസ് പാർക്കിൽ 230 കോടി രൂപയുടെ മെഡിക്കൽ ഡിവൈസസ് പാർക്ക് സ്ഥാപിക്കുന്നുണ്ട്. നീതി ആയോഗിൻ്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞ് ഈ പദ്ധതിക്ക് 24 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഫാർമസ്യൂട്ടിക്കൽ വ്യവസായമാണ് കേരളം മുന്നേണ്ട മറ്റൊരു മേഖല. ഇന്ത്യയിലെ പൊതുമേഖലാ മരുന്ന് വ്യവസായശാലകളെല്ലാം വിറ്റു തുലച്ചുകൊണ്ടിരിക്കുമ്പോൾ KSDP കേരളത്തിൻ്റെ ബദലായി ഉയരുന്നതിൽ അഭിമാനിക്കാം. KSDPയുടെ ഉൽപ്പാദനം 2015-16 ഏതാണ്ട് 20 കോടിയായിരുന്നു. 2020-21 150 കോടിയാണ്. നോൺ ബീറ്റാ ലാക്ടം ഇഞ്ചക്റ്റബിൾ യൂണിറ്റ് ഈ വർഷം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഉൽപ്പാദനശേഷി 250 കോടി രൂപയായി ഉയരും. നിലവിലുള്ള പ്രൊജക്റ്റുകൾ പൂർത്തീകരിക്കുന്നതിന് 15 കോടി രൂപ അനുവദിക്കുന്നത്. കിഫ്ബിയിൽ നിന്ന് 150 കോടി രൂപയുടെ ധനസഹായത്തോടുകൂടി KSDPയുടെ മാനേജ്മെൻറ്റിൽ ക്യാൻസർ മരുന്നുകൾക്കുള്ള പ്രത്യേക പാർക്ക് 2021-22 യാഥാർത്ഥ്യമാവും. ഈ വർഷം തറക്കല്ലിടും. അവയവമാറ്റ ശാസ്ത്രക്രിയ രോഗികൾക്ക് അനിവാര്യമായതും 250 രൂപ കമ്പോള വില വരുന്നതുമായ 6 ഇനം മരുന്നുകൾ മുഖ്യമന്ത്രിയുടെ 200 ദിന പരിപാടിയുടെ ഭാഗമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കും.